അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുടെ സാധനങ്ങളെ ഇത് കുട്ടി വാങ്ങിച്ചിട്ടുള്ളത് അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ശരിയാവൂല. മഴ കാരണമാണ് മടിച്ച് നിന്നത്. ഇനിയിപ്പോ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കൊടുത്തേ പറ്റൂ. എന്റെ രസകരമായിട്ട് ഒരു സംഭവം പറയട്ടെ. 17 കൂടി സാധനങ്ങള് അവള് ലിസ്റ്റ് ഇട്ടാന്നു കേട്ടാ നികിത. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു. അപ്പൊ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കും. ചേട്ടായി വന്നു, എല്ലാവരും വന്നു. 17 സാധനങ്ങൾ എങ്ങനെ നോക്കിയിട്ട് 17 സാധനങ്ങൾ ഒക്കണില്ല. എന്താണ് 17 സാധനങ്ങൾ ഒക്കാത്ത? അപ്പൊ ഞാനും പോയി തന്നെ ചേട്ടായി അവള് എനിക്ക് 17 സാധനങ്ങൾ എന്നത് മൊത്തം തന്നോ. അപ്പൊ അവള് ഓരോരുത്തർ എന്താന്ന് പറയും, കടല, പയറ്, ചെറുപയറ്, വൻപയറ്, അത് ഇത് എങ്ങനെയാണ് നോക്കിട്ട് 16 ഐറ്റംസ് ആവുന്നുള്ളൂ. എന്നിട്ട് ചേട്ടാ നിന്റെ ഫോണിൽ കാട്ട് എന്നാ ലിസ്റ്റ് ചെയ്ത് നോക്കിയതേ ഒരു 10 നമ്പർ ഇല്ല. പുള്ളിക്കാരത്തെ ഒരു 10 നമ്പർ ഇല്ലാണ്ടാണ് 17 ഐറ്റംസ് എഴുതിയേക്കുന്നത്. ഞാൻ അവിടെ മൊത്തം ആൾക്കാരിൽ നിന്ന് ഒരേ ചിരിയായിരുന്നു, ചിരിയോട് ചിരി. കാര്യം കൂടി പറയാണ്ട്, നമ്മളെ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്ന വീഡിയോസിൽ വന്നിട്ട് ആൾക്കാർ അവർ അർഹതപ്പെട്ട കുട്ടികളെല്ലാം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ അവസ്ഥ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് അവരെ സഹായിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങളങ്ങനെ പറയുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞതാണ് നമുക്ക് മനസ്സിലായില്ലേ. കാരണം ഒരു വീഡിയോയുടെ ആ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടികൾ അർഹരാണോ അത് അർഹരല്ലേ എന്ന് കണ്ടെത്തിയത്? ഒരു ഡ്രസ്സിങ്ങോ അത് നല്ല വസ്ത്രം അണിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഉണ്ടെന്നാണോ? ഒരാളെ എന്തെങ്കിലും പറയണതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കിട്ടാ. ഇത് ഇനിയും പ്രളയം കോവിഡും എല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികൾ മാറേണ്ട സമയമായി കഴിഞ്ഞു. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കും. പാവങ്ങൾ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ. മനുഷ്യന്മാരുടെ മനസ്സ് മാറാത്തിടത്തോളം കാലം വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ്. തലകുട്ടി ആ വീഡിയോയ്ക്ക് നല്ല റീച്ചും നമ്മളെ കുട്ടികളെ സഹായിക്കുന്ന വീഡിയോയ്ക്ക് തീരെ കാണാൻ ആൾക്കാരില്ല. എൻ്റെ ഏട്ടൻ ഒരു 2ാം കുട്ടി എടുത്തിട്ട് പോണേന് ആൾക്കാരേ ഇല്ല, കാണാനില്ല, കമന്റ് ചെയ്യാനില്ല. അപ്പൊ നല്ല കാര്യങ്ങൾ ആർക്കും വേണ്ട. അതാണ് മനുഷ്യരുടെ ഒരു പ്രത്യേകത. നമ്മൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാൻ, ഒരാളെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോണ്ടാനൊക്കെ സമയം കിട്ടുമ്പോൾ അതിരുന്ന് ചെയ്യല് മലയാളികളൊരു പൊതു സ്വഭാവമായി മാറി. എല്ലാവരും അല്ല, ചില രോഗികളുണ്ട്, അവരെ കുറിച്ച് മാത്രമാണ് പറയണത്. പുതിയ ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ മേലുണ്ട് ഒന്ന് വലിയ പിള്ളേര് സ്കൂളിനോട് ഇവനൊക്കെ അറിയുന്നല്ലേ നന്ദന.